പുതിയൊരു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോ ഇതാ നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് സെറ്റപ്പില് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിരുന്ന ലൈറ്റ് ഞാൻ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ചെയ്തപ്പോഴത്തേനും പടം വരയ്ക്കുന്ന ആർക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. അത് എനിക്കും തോന്നിയായിരുന്നു. കാരണം ആ ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി അത്ര ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മള് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സമയം കളയുന്ന വീഡിയോയിലേക്ക് പോയേക്കാം. ഒരു മിനിറ്റ്. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല് ഷെയ്ഡിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ പെൻസിലും വെച്ച് പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പടം വരയ്ക്കുന്ന ആ ഒരു പിക്ചർ, നിങ്ങൾ വരച്ച ആ ഒരു പടം കാണുമ്പോഴത്തേനും അതിനൊരു ലൈഫ് തോന്നിക്കുന്നില്ല, ഫ്ലാറ്റ് ആയിട്ട് തോന്നുന്നു. ഒരു വരച്ച ഫോട്ടോയ്ക്ക് ഒരു ഡെപ്ത് ഇല്ല എന്നുള്ളവരാണോ? അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മള് ഷെയ്ഡിങ് എന്താന്ന് നോക്കാം. ഷെയ്ഡിങ് എന്തെന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങൾ വരച്ച ഒരു പടം ഇപ്പൊ പെൻസിലും വെച്ചോ അല്ലെങ്കിൽ പെയിന്റിങ്ങോ എന്തോ ആയിക്കോട്ടെ, ആ വരച്ച ഒരു ചിത്രത്തിൽ കുറച്ച് ഡാർക്ക് ടോൺസ് ലൈറ്റ് ടോൺസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ഇല്യൂഷൻ ഓഫ് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഷെയ്ഡിങ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ വാല്യൂ എന്ന് വെച്ചാൽ വിലയല്ല. നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേനും ഡാർക്ക് ആയിട്ടുള്ള ഭാഗം ഡാർക്ക് ആക്കി ലൈറ്റ് ആയിട്ടുള്ള ഭാഗം ലൈറ്റ് ആക്കുമല്ലോ. അപ്പം അതിനെയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ലൈറ്റ് സോഴ്സ്. ഇപ്പൊ നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫേസ് പോർട്രേറ്റ് എന്തുമായിക്കോട്ടെ, ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോട്ടോയില് ലൈറ്റ് സോഴ്സ് ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത് നിങ്ങൾ നോക്കണം. ഇപ്പൊ ആ ലൈറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ പറയുന്ന ഷെയ്ഡിങ്ങിലെ ഈ ഡാർക്ക് ടോൺ, മിഡ് ടോൺ, ഹൈലൈറ്റ് ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ 10 times ബെറ്റർ ആയിട്ട് തോന്നും. ഇപ്പൊ ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്നതിന് മുന്നേ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെൻസിൽ എപ്പോഴും ഷാർപ്പ് ആയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ എപ്പോ ഒരു പടം വരച്ചാലും നിങ്ങളുടെ പെൻസിൽ അതിന് ഷാർപ്പ് ആയിട്ടിരിക്കണം. ഷെയ്ഡ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആകാം, സ്റ്റിൽ ലൈഫ്, എന്തെങ്കിലും പോർട്രേറ്റോ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് അതിന്റെ ലൈറ്റ് സോഴ്സ് എവിടെ നിന്നാന്ന് കണ്ടെത്തണം. അപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് സോഴ്സ് ഇവിടുന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോ ഇത്രയും ഈ ഒരു ഭാഗം ലൈറ്റ് ആയിരിക്കും. ഇവിടെ ഹൈലൈറ്റ്, ഇവിടെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഗൈഡ് ലൈൻ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ടോൺ, മിഡ് ടോൺ, ഡാർക്ക് ടോൺ, ഓക്കെ, പിന്നെ ഹൈലൈറ്റ്. ഞാൻ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുവാണ്. കുറച്ചുകൂടെ ഡാർക്ക് ടോൺ ആണ്. ഒരു ഷാഡോയും കൂടെ ആഡ് ചെയ്ത് സ്ഫിയർ എന്ന് വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോ വരച്ചത്. ഇതില് ഇപ്പൊ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് ഇതില് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ലൈറ്റ് ടോൺ. ഈ ലൈറ്റ് ടോൺ അവിടെ ചെറിയൊരു ഷെയ്ഡ് വരും, പക്ഷെ അത്രയ്ക്ക് വിസിബിൾ അല്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈറ്റ്. ഇവിടെ നമ്മൾ എത്രത്തോളം ഡാർക്ക് കൊടുക്കണമെന്നോ എത്രത്തോളം ലൈറ്റ് കൊടുക്കണോ അത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എനിക്കിത് കുറച്ചുകൂടെ വേണേ ഡാർക്ക് ആക്കാം. നമ്മുടെ സ്പിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോക്കസ്. ഇതിലെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്തിരിക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നത്,
അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ലൈറ്റ് അടിക്കുന്ന ഈ ഇത്രയും ഈ ഒരു ഏരിയയിലോട്ട് ലൈറ്റ് വരിക. അപ്പൊ ലൈറ്റ് വന്നിട്ട് ഈ ഫോർഗ്രൗണ്ടിൽ ടച്ച് ആയിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ആവുന്ന ലൈറ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ ഫോർഗ്രൗണ്ടിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ആയ ഒരു ലൈറ്റ് ആണ് ഇവിടെ. അപ്പൊ ഇത്ര ഈ ഒരു ഭാഗം കുറച്ച് ലൈറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ഒരു അപ്പിയറൻസ്, കുറച്ചുകൂടെ ഒരു ഡെപ്ത്ഫുൾ അപ്പിയറൻസ് തോന്നും. ഓക്കെ, അപ്പം ഈ സെയിം മെത്തേഡ്സ് തന്നെ അപ്ലൈ ആകും ഏതൊരു കാര്യം വരച്ചു കഴിഞ്ഞാലും. ഇപ്പോ ഒരു സ്റ്റിൽ ലൈഫ് ആയിക്കോട്ടെ, ഒരു ഹ്യൂമൻ ഫേസ് ആയിക്കോട്ടെ, ലൈഫ് സ്കെച്ച് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിനെല്ലാം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സിമ്പിൾ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഒരു 10 times ബെറ്റർ ആയിട്ട് തോന്നിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു സൈറ്റ് സജസ്റ്റ് ചെയ്യാം. ലൈൻ ഓഫ് ആക്ഷൻ എന്നാണ് ഈ സൈറ്റിന്റെ പേര്. ഇത് നിങ്ങൾക്ക് പടം വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലൊരു വെബ്സൈറ്റ് ആണിത്. ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫിഗർ ഡ്രോയിങ്, ആനിമൽ ഡ്രോയിങ്, ഹാൻഡ്സ്, ഫീറ്റ് ഡ്രോയിങ്, ഫേസ് ആൻഡ് എക്സ്പ്രഷൻ, ബേസിക് ഷേപ്സ് ആൻഡ് സ്റ്റിൽ ലൈഫ്, എക്സെട്ര എക്സെട്ര, അങ്ങനെ കുറച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഇതില് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അങ്ങനെ ടൈമർ വെച്ചിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ സ്കെച്ചിങ് സ്കില്ലിനെ കുറച്ചുകൂടെ ഇംപ്രൂവ് ആക്കും. നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലും കുറച്ചുകൂടെ ഇംപ്രൂവ് ആകും. ഇതില് പലതരം ഫേസസ്, പലതരം എക്സ്പ്രഷൻസ്, പലതരം ലൈറ്റിങ്സ്, പലതരം ആംഗിൾസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. അങ്ങനെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കെച്ചിങ് സ്കിൽ ആൻഡ് ഒബ്സർവേഷൻ സ്കിൽ കുറച്ചുകൂടെ ഇംപ്രൂവ് ആകുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ആർട്ട് ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. Until then. നമസ്കാരം. യെസ്, നമസ്കാരം, 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 നമസ്കാരം.